അക്ഷയ മലയാളിയിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യത്തെ അറിയിപ്പ്, പ്രവാസി കേരള ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവർക്ക് കുടിശ്ശികയും പിഴ പലിശയും ഇളവുകളോടെ അടച്ചു തീർക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 31 വരെയാണ്. 60 വയസ്സിന് ശേഷം പെൻഷനും ആനുകൂല്യങ്ങളും തടസ്സമില്ലാതെ ലഭിക്കാൻ ഈ കാലാവധിക്കുള്ളിൽ കുടിശ്ശിക തീർക്കേണ്ടതാണ്. അതിനാൽ എല്ലാ അംഗങ്ങളും 2026 മാർച്ച് 31 മുമ്പായി ഇളവുകളോടെ കുടിശ്ശികയും പിഴ പലിശയും അടച്ചു തീർക്കാനുള്ള ഈ അവസരം വിനിയോഗിക്കുക. അടുത്ത അറിയിപ്പ്, ഇന്നലെ കുതിച്ചുയർന്ന സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പവൻ ഇന്ന് രാവിലെ 240 രൂപ കുറഞ്ഞു. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,11,680 രൂപയാണ്. ഗ്രാമിന് 30 രൂപ കുറഞ്ഞു, 14,460 രൂപയായി. ഏതാനും ദിവസങ്ങളിലായി ഇടിവ് പ്രകടിപ്പിച്ച പവൻ വില ഇന്നലെ 880 രൂപ വർദ്ധിച്ചിരുന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,26,920 രൂപയായിരുന്നു. പിന്നീട് ഇത് കുറയുകയായിരുന്നു. രണ്ടാഴ്ചക്കിടെ 11,000 രൂപയിലധികമാണ് ഇടിഞ്ഞത്. അടുത്ത അറിയിപ്പ്, വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം സുഗമമാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. സിലിണ്ടർ വിതരണം നിരീക്ഷിക്കുന്നതിന് കേരള LPG സപ്ലൈ ട്രാക്കർ എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പോർട്ടലിലൂടെ കമ്പനികൾക്കും വിതരണക്കാർക്കും ഉപഭോക്താക്കൾക്കും വിവരങ്ങൾ അറിയാൻ കഴിയും. ആവശ്യകത കണക്കിലെടുത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ ഉൽപാദനം വർദ്ധിക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാചകവാതക വിതരണത്തിലെ ക്രമക്കേട് തടയാൻ കർശന നടപടികളാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അടുത്ത അറിയിപ്പ്, വിഷു പ്രമാണിച്ച് സപ്ലൈകോ വഴി 1000 രൂപയ്ക്ക് പ്രത്യേക വിഷു കിറ്റ് ഏപ്രിൽ 1 മുതൽ ലഭ്യമാകും. 16 ഇനങ്ങൾ അടങ്ങിയ ഈ കിറ്റിന്റെ യഥാർത്ഥ വില 1,250 രൂപയാണ്. കൂടാതെ 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 101 രൂപയുടെ ഇളവ് നൽകുന്ന വിഷു കൈനീട്ടം കൂപ്പൺ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, കേരളത്തിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് കുടിശ്ശികയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യാൻ തീരുമാനമായിരിക്കുകയാണ്. 6 മാസത്തെ കുടിശ്ശികയായി ഏകദേശം 9,600 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുക. പ്രതിമാസം 1,600 രൂപ നിരക്കിലാണ് ഇപ്പോൾ പെൻഷൻ അനുവദിച്ചിരിക്കുന്നത്. സർക്കാർ നൽകുന്ന 50 കോടി രൂപയുടെ വായ്പാ സഹായവും മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള ഫണ്ടും ഉപയോഗിച്ചാണ് ഈ വിതരണം സാധ്യമാകുന്നത്. സംസ്ഥാനത്തെ മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് മാർച്ച് മാസത്തെ തുക മാസാവസാനത്തോടെ ലഭിക്കും. നിലവിലെ 2,000 രൂപ വീതമാണ് സർക്കാർ പെൻഷനായി നൽകുന്നത്. 3 മാസത്തേക്കുള്ള പെൻഷൻ വിതരണം മുടങ്ങാതെ നടത്തുന്നതിനായുള്ള മുൻകൂർ നിർദ്ദേശങ്ങൾ സർക്കാർ ഇതിനകം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ടും പെൻഷൻ ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത അപ്ഡേറ്റ് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ, ഇനിയും ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.